വൈഫൈ പാസ്വേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ബോസ് എല്ലാവർക്കും ഒന്നും പാസ്വേഡ് കൊടുക്കണമെന്നില്ല, ചിലവർക്ക് മാത്രം കണക്ട് ചെയ്ത് കൊടുക്കും. അതേപോലെ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദേഴ്സൊക്കെ ഉണ്ടാവും, അവരുടെ മൊബൈൽ ഫോണിലൊക്കെ കണക്റ്റഡ് ആയിരിക്കും, നമുക്ക് പാസ്വേഡ് പറഞ്ഞു തരില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെങ്കിൽ ഫ്രണ്ടിൻ്റെ മൊബൈൽ ഫോൺ കണക്റ്റഡ് ആയിരിക്കും, നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അവനോട് ചോദിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ഫാദറിനോട് ചോദിച്ച്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ ഇപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിൽ കണക്റ്റഡ് ആണെങ്കിൽ ആ ഒരു മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വൈഫൈൻ്റെ പാസ്വേഡും പിന്നെ സിമ്പിളായിട്ട് തന്നെ കണക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് മൊബൈൽ ഫോൺ ആണോ ആ ഒരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു മൊബൈൽ ഫോൺ എടുക്കുക, എന്നിട്ട് വൈഫൈൻ്റെ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വൈഫൈ സെറ്റിംഗ്സിൽ പോവുക. എന്നിട്ട് എന്താ കണക്ട് ആയുള്ള ആ ഒരു വൈഫൈൻ്റെ സെറ്റിംഗ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെയായിട്ട് ഒരു QR കോഡിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു QR കോഡ് വരും. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് എടുക്കുക, അതിൽ നിങ്ങൾ ഗൂഗിൾ ലെൻസ് ഓൾറെഡി എല്ലാവരുടെ മൊബൈൽ ഫോണിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന എന്തുവാട്ടെ പേടിഎമ്മോ അല്ലെങ്കിൽ QR കോഡ് ആപ്പോ ക്യാമറയിൽ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതും എടുക്കാം. അതിനുശേഷം നിങ്ങൾ ഈ QR കോഡിൻ്റെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക, എന്നിട്ട് സ്കാൻ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതാ ആ ഒരു വൈഫൈയുടെ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടും. മുകളിലായിട്ട് ജോയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈൻ്റെ പാസ്വേഡ് ഒന്നും എൻ്റർ ചെയ്യേണ്ട, അപ്പം തന്നെ കണക്ട് ആവും. സംഗതി അടിപൊളിയാണ് അല്ലേ? ഇത് എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു QR കോഡ് ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല, എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തൊക്കെ ഇതേപോലെ പോകുന്ന സമയത്ത് അവിടെ കണക്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ കിട്ടിയാൽ മതി, സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഹലോ വൺ, ദിസ് ഇസ് ഫവാസ്, യു വാച്ചിങ് അഡോബിക്സ്. നമ്മൾ നല്ല ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് നല്ല സ്മാർട്ട് ഫോണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കുറച്ച് ട്രിക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തുവാടേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, ഇനി രണ്ടാമത്തേത്, നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് തവണ പെട്ട് പോയിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ നമ്മൾ മാപ്പ് സൂം ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള 2 ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാ സൂം ഔട്ട് എന്നാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് പ്രാബല്യത്തിൽ വരുമോ? കഴിയുന്ന കേസല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതാ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് മുകളിലേക്കും താഴേക്കും ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ടും ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് വെറൈറ്റി ആയുള്ള ഫോട്ടോസ് ഒക്കെ നമ്മുടെ സുഹൃത്തിന് വാട്സപ്പിൽ അങ്ങോട്ട് അയക്കണം. നേരെ ആ ഇമേജ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് കോപ്പി ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, നേരെ വാട്സപ്പിൽ ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ ഒരു ചാറ്റ് എടുക്കുക. കീബോർഡിന്റെ മുകളിലായിട്ട് ഒരു ഇമേജിന്റെ ഐക്കൺ കണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് സെൻഡ് ചെയ്താൽ മതി. ചിലവരുത് അങ്ങനെ കീബോർഡിന്റെ മുകളിൽ ഇമേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ പേസ്റ്റ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ഇമേജ് വരും, നേരെ സെൻഡ് എന്ന് കൊടുത്താൽ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞു. വെറുതെ സ്റ്റോറേജിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട, പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കളയണം, ഒരുപാട് പണിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. നമുക്ക് മെയിൽ ചെയ്യുന്ന സമയത്ത് ഇന്നൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആണ്, പിന്നെ അവന്മാർക്ക് അത് വായിക്കാൻ പാടില്ല, ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഓപ്ഷൻ വെക്കാം. ഇതുകൊണ്ട് വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. നമ്മൾ അയക്കുന്ന മെയിൽ വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്യാനോ അത് കോപ്പി ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ പ്രിൻറ്റ് ചെയ്യാനോ ഇമാതിരി പരിപാടിയൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ അയക്കുന്ന മെയിലിൽ വേണമെങ്കിൽ സെക്യൂരിറ്റി കോഡും സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ മെയിൽ അയക്കുന്ന സമയത്ത് നേരെ മെയിൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, കോൺഫിഡൻഷ്യൽ മോഡ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് 1 വീക്കിന് വേണമെങ്കിൽ 1 ഡേ അല്ലെങ്കിൽ 3 മാസത്തേക്ക്, ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയം എപ്പോഴാണോ അത് കഴിഞ്ഞാൽ എക്സ്പയർ ആവണമെന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് അതേപോലെ തന്നെ SMS പാസ്കോഡ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ SMS പാസ്കോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആൾക്ക് അവരുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സേവ് എന്നുള്ളത് കൊടുക്കുക. ഇനി സാധാരണ മെയിൽ സെൻഡ് ചെയ്യുന്ന പോലെ സെൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് മിസ്സിംഗ് ഇൻഫർമേഷൻ എന്ന് കാണിക്കും, ചില മെയിൽ ഐഡിക്കാണ് കാണിക്കുക. അവിടെ ആ ഒരു അയക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക, മെയിൽ നേരെ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കിട്ടുന്ന ആൾക്ക് ഇതേപോലെ വെരിഫൈ ഐഡന്റിറ്റി എന്ന് കാണിക്കും. നമ്മൾ പാസ്കോഡ് സെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. സെൻഡ് പാസ്കോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ കൊടുത്തില്ലായിരുന്നു, ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ മെയിൽ എല്ലാം കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ 1 ഡേ അല്ലെങ്കിൽ 1 വീക്ക് ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചതെങ്കിൽ ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ അതിലുള്ള ഒരു ഫയലും ഒരു മെസ്സേജും കാണാനും സാധിക്കില്ല. ചിലവന്മാരുണ്ട് വെറുതെ ചാട കാണിക്കാൻ വേണ്ടി വായിക്കൊള്ളാത്ത ഓരോ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തരും. ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. കോപ്പി ചെയ്യണം, ട്രാൻസ്ലേറ്റർ ആപ്പിൽ പോകണം, എന്നിട്ട് പേസ്റ്റ് ചെയ്യണം, ലാംഗ്വേജ് സെലക്ട് ചെയ്യണം, എന്നിട്ടാണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം കിട്ടുക. ഇതിനൊന്നും ആവശ്യമില്ലാന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നേരെ മുകളിലായിട്ട് ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സിൽ പോവുക, എന്നിട്ട് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് എനാബിൾ ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ഷോ ഫ്ലോട്ടിംഗ് ഐക്കൺ എന്നുള്ളതും എനാബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏത് ആപ്പിലും നിങ്ങൾക്ക് ആരെങ്കിലും വായി കിട്ടാത്ത എന്തെങ്കിലും ലാംഗ്വേജിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് അങ്ങോട്ട് കോപ്പി ചെയ്യുക, അതിനുശേഷം ഈ ഒരു ബബിൾ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അർത്ഥം കിട്ടി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ ടൈപ്പ് ചെയ്യാം, കോപ്പി ചെയ്യാം, അതിനുശേഷം സെൻഡ് ചെയ്ത് കൊടുക്കുക.
സംഗതി ഇനിയിപ്പോൾ ഒരുപാട് പറയാനുണ്ട്, അത് അടുത്തടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ട്രിക്കുകളാണ്. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തടുത്ത ട്രിക്കുകളൊക്കെ നെക്സ്റ്റ് പാർട്ടുകളിലൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ കൊടുക്കാൻ അവരും അറിയട്ടെ ഇതുപോലുള്ള ട്രിക്കും ട്രിക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.